ബത്ലഹേം കുടുംബ യൂണിറ്റ് പടം കയറി ഒരു കൊളുത്തി കൊളുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൻ 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 കൊളുത്തല്ലേ കൊളുത്തേ. സീരിയസ്ലി മാൻ, എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. എനിക്ക് മാത്രമായിരിക്കില്ല, ഒരുപാട് ആൾക്കാർക്ക് ഓൾറെഡി ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമയുടെ കേസിൽ വല്ലാത്തൊരു പ്രതീക്ഷയും വല്ലാത്തൊരു വിശ്വാസവും ഉണ്ടായിരുന്നു. ഇത് കയറി കൊളുത്താൻ പോവുകയാണെന്നുള്ളത് അറിയാം. പടം കയറി കണ്ട് പുറത്ത് ഇറങ്ങിയതിന് ശേഷം കുറച്ചും കൂടി അങ്ങോട്ട് ഉറപ്പിച്ചു, ഈ പടം കത്തുന്ന്. ഇതേ കത്തി കത്തി അങ്ങനെ ജ്വലിച്ച് നിക്കലല്ലേ ഇപ്പൊ ഈ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണേ. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഞാൻ ഇടയ്ക്ക് ബുക്ക് മൈ ഷോയിൽ കയറി നോക്കുന്നുണ്ട് എത്രത്തോളം ടിക്കറ്റ്സ് പോകുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. മണിക്കൂറിൽ 19,000 20,000 മുകളിലൊക്കെ പോകുന്നേ. സട്ടപ്പട്ടേ എന്ന് പറഞ്ഞിട്ട്. ഇനി എന്റെ സന്തോഷത്തിന്റെ കാരണം പറയാം. എനിക്ക് ചില സിനിമകൾ സക്സസ് ആകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ബിക്കോസ് എനിക്ക് ആസ് എ പ്രേക്ഷകൻ, ഇപ്പൊ ഈ പടത്തിന്റെ കേസ് തന്നെ പറയാം, പടത്തിന് കേറിയിട്ട് എന്ത് സുഖമായി, എന്ത് രസമായിട്ട് എൻജോയ് ചെയ്ത് ഒരു ചെറുപുഞ്ചിരിയോട് കൂടിയിട്ടിരുന്ന് കണ്ട് രസിച്ച് അങ്ങനെ അങ്ങനെ കണ്ടിറങ്ങി വന്നൊരു സിനിമയാണ്. അതായത് പടം കഴിഞ്ഞപ്പോ ഇത് കഴിയണ്ടായിരുന്നു, കുറച്ചും കൂടി ഒന്ന് എഴുതി കുറച്ചും കൂടിയൊക്കെ ഒന്ന് എടുത്ത് വെച്ചൂടെ, ഒന്നിരുന്ന് കാണട്ടെ എന്നുള്ളൊരു മൂഡായിരുന്നു. അത്രയും സന്തോഷത്തോടു കൂടി ഇരുന്ന് ചിരിച്ച് രസിച്ച് കണ്ട് ആസ്വദിച്ച് ഇറങ്ങി വന്നൊരു സിനിമയാണ്. അപ്പം നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു സിനിമ. ആ സിനിമ ഒരുപാട് ആൾക്കാർ കയറി കാണുന്നു, കണ്ട ആൾക്കാർ തന്നെ വീണ്ടും കയറി കാണുന്ന ഒരു സാഹചര്യമുണ്ട്. ഫാമിലി ഓഡിയൻസ് ഒക്കെ കയറി അങ്ങോട്ട് ഉഷാറാക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നതാണ്. ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ, ഒരു സിനിമാ പ്രേമി എന്നുള്ള രീതിയിൽ ഇങ്ങനൊരു സാഹചര്യം കാണുമ്പോൾ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുകയാണ്. അതുകൊണ്ട് ആണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നത്. ഇപ്പൊ തുടരും ഇറങ്ങിയ സമയത്താണെങ്കിലും ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് വല്ലാത്തൊരു സന്തോഷം, ബിക്കോസ് അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു സിനിമയായിരുന്നു അതും റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. ആൾക്കാർ കയറിയവര് തന്നെ വീണ്ടും കയറി കാണുന്നു. ഫാമിലി ഓഡിയൻസ് ഇങ്ങനെ കേറി അങ്ങോട്ട് അവരും എൻജോയ് ചെയ്യാ. ഇപ്പൊ നിവിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിവിൻ പോളി മാൻ, നിങ്ങളെ കൊണ്ട് മാത്രം ഇപ്പൊ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പരിപാടികളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർവമായ ഒരു കാച്ചില് കാച്ചി ഉസാറാക്കി അതൊന്ന് കത്തിച്ചു. നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു ആ പടത്തിനും. അതേപോലെ തന്നെ ഇപ്പോ ബേബികൾ ഇറങ്ങിയ സമയത്ത് അത്ര ക്രൗഡ് ഉണ്ടായിരുന്നില്ല. വലിയ കാര്യമായിട്ട് ആ പടം അങ്ങോട്ട് മിന്നിയില്ല. അത് അഴകി പോയി. ആ പടം ഒരു ക്ഷീണമായി ചെറുതായിട്ട് ആഫ്റ്റർ സർവമായ. പക്ഷെ ബത്ലഹേം വന്ന സമയത്ത് ആ ക്ഷീണം അങ്ങോട്ട് നല്ല രീതിയിൽ മാറ്റി നിവിൻ വീണ്ടും അങ്ങോട്ട് കത്തി കയറുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ മൊത്തത്തിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ശരിക്കും ഈ ചില സിനിമകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ കണക്ഷൻ കിട്ടിയില്ല എന്നൊക്കെ പറയാറില്ലേ? അത് സത്യത്തിൽ വെറുതെ ഇരുന്ന് പറയുന്നതല്ല. നമുക്ക് ഈ ക്ലീഷേഡ് ആയിട്ടുള്ള സ്റ്റോറി അല്ലെങ്കിൽ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി ഒന്നും വിഷയമേ അല്ല. ആര് പറഞ്ഞു അതൊക്കെ ഒരു തെറ്റാണെന്ന്? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ചില മാസ് ആക്ഷൻ സിനിമകൾ വരുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, ചിലതൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ആവാറുണ്ട്, ചിലതൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിക്കാറുണ്ട്, ചിലതൊക്കെ ഗംഭീര സിനിമകളാണ്. പക്ഷെ ചില സിനിമകളുടെ കേസ് വരുന്ന സമയത്ത് നമ്മൾ പ്രെഡിക്റ്റബിൾ ആണ് അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങോട്ട് ഇമോഷണൽ കണക്ഷൻ കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ വന്നിട്ട് കമന്റ് ചെയ്യാറുണ്ട്, ഇങ്ങനെയുള്ള പടത്തില് പിന്നെ എന്ത് മാസാണ്, നിങ്ങൾ എന്താണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്, പ്രഡിക്റ്റബിൾ തന്നെ ആയിരിക്കില്ലേ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരാറുണ്ട്. ലൈക്ക് അങ്ങനെയല്ല. വീണ്ടും പറയുന്നു, ക്ലീഷേഡ് ആവുന്നതോ, ഏത് പടമാണെങ്കിലും ക്ലീഷേഡ് ആവുന്നതോ പ്രെഡിക്റ്റബിൾ ആവുന്നതോ ഇതൊന്നും അല്ല വിഷയം. ഇത് എടുത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് ഇൻവോൾവ് ആവാൻ വേണ്ടി പറ്റണം. അതായത് ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്ക് ഇമോഷണലി ഇൻവോൾവ് ആവാൻ പറ്റിയ ആളാണല്ലോ പടം ഹിറ്റ് ആവുന്നത്. അപ്പൊ നമുക്ക് ഇൻവോൾവ് ആവാൻ പറ്റണം. നമുക്ക് ആ കഥാപാത്രങ്ങളെ ആസ്വദിക്കാൻ പറ്റണം, ആ കഥാപാത്രങ്ങളുടെ കൂടെ സഞ്ചരിക്കാൻ വേണ്ടി പറ്റണം, ആ എഴുത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി പറ്റണം, നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ മുഴുകിയിരിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് പ്രഡിക്റ്റബിൾ ആവുന്നതോ ക്ലീഷേഡ് ആവുന്നതോ വിഷയമല്ല. ചില ആൾക്കാർ നീ പിന്നെ എന്ത് പ്രതീക്ഷിച്ചു, മറ്റു ചില സിനിമകളുടെ കേസിൽ അങ്ങനെ പറയാറുണ്ട്. നമ്മൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറയുന്ന സമയത്ത് ഈ പടമൊക്കെ നോക്കൂ, എന്ത് രസാ. ഇൻവോൾവ് ആയി വെറുതെ പറയണേ. ഇൻവോൾവ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് തിയേറ്ററിൽ ഇരിക്കുകയാണെന്നുള്ള ഫീൽ ഇല്ലെന്നേ. അതാണ് ഇൻവോൾവ് ആവുക എന്ന് പറയുന്ന സംഗതി. നമ്മൾ തിയേറ്ററിലാണ് ഇരിക്കണത് എന്നൊന്നും സാധനമില്ല. നമ്മൾ തിയേറ്ററിൽ കയറി പടം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ അകത്താ.
നമ്മൾ ആ ഒരു ലൊക്കേഷനിലാണ്, അവരുടെ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആ കഥാപാത്രങ്ങളുടെ ഒപ്പമാണ് എന്നുള്ളൊരു സാഹചര്യം വരുമ്പോഴാണ് അതിനാണ് ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ ഇൻവോൾവ് ആയിട്ട് കാണുക എന്ന് പറയുന്നത്. ഈ സിനിമയുടെ കേസിൽ അത്രയും ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രേമലു ഒക്കെ ഇറങ്ങിയ സമയത്താണെങ്കിലും അത്രയും ഇൻവോൾവ് ആയിട്ട് കണ്ടു തീർത്തൊരു സിനിമയാണ്. ആ സിനിമയും ഞാൻ ഇതുപോലെ പറഞ്ഞിരുന്നു, ഇത് തീരണ്ടായിരുന്നു എന്നൊക്കെ തോന്നിപ്പോയ ഒരു അവസ്ഥ. ബിക്കോസ് നമ്മൾ റെഡിയാണ് ഇരുന്ന് കാണാൻ. ഇതേ രീതിയിൽ എഴുതാൻ കഴിവുണ്ടെങ്കിൽ ഈ ഷെഡിയല്ലേ അയാൾ എഴുതും, അയാൾക്ക് പണി അറിയാം. അയാൾ ഇനി ഒരു 3-4 മണിക്കൂർ പടം കൂടി എടുക്കുന്ന പറഞ്ഞാൽ അയാൾ കുറച്ചും കൂടി രസമായിട്ട് ഇങ്ങനെ എഴുതി അങ്ങ് പോകും. അതാണെന്നേ, അതൊരു മാജിക് ആണ്. ഇപ്പൊ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പൈസ ചെലവാക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല, സമയം മാറ്റി വയ്ക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഈ സമയവും പൈസയൊക്കെ ചെലവാക്കണതിനനുസരിച്ച് നമ്മളെ അതിന്റെ അകത്തേക്ക് മുഴുകിപ്പിച്ചാൽ മതി, അത്രയേ ഉള്ളൂ സന്തോഷം. അപ്പൊ അങ്ങനെ മുഴുകിപ്പിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. ഇപ്പൊ കണ്ടില്ലേ, ഞാനിപ്പോ എല്ലാ പടത്തിന്റെ രണ്ടാമതൊരു വീഡിയോ ഒന്നും ഇരുന്നുകൊണ്ട് ചെയ്തുകൊണ്ട് വരാറൊന്നുമില്ല. അത്രയും തോന്നിയാൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ഇപ്പൊ ഈ പടത്തിന്റെ കേസിൽ, തുടരുംത്തിന്റെ കേസില് ഒക്കെ ഞാൻ രണ്ടാമത് വീഡിയോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ആയതുകൊണ്ടാണ്, ഞാൻ അത്രയും മുഴുകിയിരുന്ന് കണ്ട സിനിമയൊക്കെ ആയതുകൊണ്ടാണ്. പ്രേമലുവിന്റെ സമയത്ത് ഞാനൊരു ലൈവ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കേട്ട്. കാരണം എനിക്ക് അങ്ങോട്ട് സന്തോഷം പ്രകടിപ്പിച്ചങ്ങോട്ട് മതിയാവണില്ല, അതുകൊണ്ടാണ്. അപ്പോ എന്തായാലും ഉഷാറാവട്ടെ, ഗംഭീരാവട്ടെ, പടം ഇനി ഓടട്ടെ, ഗംഭീരം, തകർക്കട്ടെ, അത്രേ പറയാനുള്ളൂ. ഇനി നിവിന്റെ കേസ് പറയുകയാണെങ്കിൽ, നിവിന്റെ സോണാണത്. നിവിന്റെ പക്കാ സോണാണ്. നിവിന്റെ ഓരോ മാനറിസംസും നിവിന്റെ ഓരോ സാധനങ്ങളും ഓക്കെ. നമുക്കിത് മടുക്കുന്നില്ല. നമുക്ക് ഈ ചാം ഇങ്ങനെ കണ്ടിരിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. എനിക്ക് പറയാനുള്ളത്, നിവിൻ ഓക്കെ വ്യത്യസ്തമായിട്ടുള്ള ജോണറിലുള്ള വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യണം, നമ്മൾ എന്തായാലും പോയിട്ട് കാണും. പക്ഷേ ഈ ജോണർ മൂപ്പര് വിട്ടുപിടിക്കാൻ പാടില്ല. ഇടയ്ക്ക് ഈ സാധനം ഇത് ഇതാണ് നിവിൻ പോളി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളും ഇടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കണം. നമുക്ക് അത് കാണാൻ കൂടുതൽ ഇഷ്ടമാണ്. അതിനർത്ഥം ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ എക്സ്പ്ലോർ ചെയ്യണം, വേണ്ടെന്നല്ല. പക്ഷെ അങ്ങനെ വേറെ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് സ്ക്രിപ്റ്റ് സെലക്ഷന്റെ കേസിൽ എല്ലാം നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം തലവെക്കാന്ന് എനിക്ക് പറയാനുള്ളൂ നിവിന്റെ കേസിൽ. ബിക്കോസ് നിവിന് ഭയങ്കര ഫെയിലിയർ ഉണ്ടായിരുന്നു. ബോസ് ആൻഡ് കോ, സാറ്റർഡേ നൈറ്റ് ഒക്കെ ഭയങ്കര ഫെയിലിയർ വന്നൊരു സിനിമയാണ് അതൊക്കെ. അപ്പം സോണിലുള്ള സിനിമകൾ ചെയ്യുമ്പോഴും ഡയറക്ടേഴ്സിനെ നോക്കണം, റൈറ്റേഴ്സിനെ നോക്കണം. കുറച്ചൊന്ന് നല്ല രീതിയിൽ എന്താ പറയുക, സ്ക്രിപ്റ്റ് ഒക്കെ ഒന്ന് വായിച്ച് വർക്ക് ചെയ്തതിനു ശേഷം മാത്രം തലവയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബിക്കോസ് നിവിന് ഇവിടെ ഓഡിയൻസ് ഉണ്ട്. ആ ഓഡിയൻസിനെ എല്ലാ പടവും ഇറങ്ങുന്ന സമയത്ത് കൊണ്ടെത്തിക്കാൻ വേണ്ടി പറ്റുന്ന സാഹചര്യത്തിലേക്ക് വരണം. അത് വരും. അത് ഇടയ്ക്കൊന്ന് പാളിയെന്നുണ്ടെങ്കിൽ പോലും ഇനി അങ്ങോട്ട് നിവിൻ അത് ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. അത് ഏത് ജോണർ പടം ചെയ്യുമ്പോഴും കേട്ടോ, സോണിലുള്ള സാധനം ചെയ്യുമ്പോഴും വ്യത്യസ്ത രീതിയിലുള്ള പടങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്താണെങ്കിലും ഒന്ന് ഡയറക്ടേഴ്സിനെ റൈറ്റേഴ്സിനെ ശ്രദ്ധിച്ച് ഒന്ന് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. ഇപ്പൊ ഗിരീഷ് ഷെഡിയുടെ കേസൊക്കെ പറയണമെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഗിരീഷ് ഷെഡിനെ. സീരിയസ്ലി എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നുന്നതാണ് പുള്ളിയുടെ അടുത്ത്. ബിക്കോസ് അത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു റൈറ്റർ ഡയറക്ടർ ആയിരുന്നു. ആള് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണ് എന്നുള്ളത് നമുക്ക് സിനിമകൾ കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ പ്രേക്ഷകന്റെ പൾസ് കൃത്യമായിട്ട് അറിയാം. കൃത്യമായിട്ട് പ്രേക്ഷകൻ എവിടെ ചിരിക്കും, പലതും ക്രിഞ്ചാവാനുള്ള സാഹചര്യം ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അതല്ലാതെ കൊണ്ടുപോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്ടർ ബ്രില്യൻ്റ് ആയിരിക്കണം, എഴുത്തിൽ ബ്രില്യൻസ് ഉണ്ടാവണം. ഗിരീഷ് ഷെട്ടി മിട്ടുക്കൻ എല്ലാ പടം ഉഷാറില്ല. ഇടയിൽ അയാം കാതൽ മാത്രം, അത് പക്ഷെ മുമ്പ് എപ്പോഴും ഷൂട്ട് ചെയ്ത് വെച്ചതോ എന്തോ ഒരു പടമൊക്കെയാണ് ഇറങ്ങിയത്. പക്ഷെ അതെനിക്ക് വർക്കായ പടമാണ്. അത് ഭയങ്കര രീതിയിൽ പോയില്ല എന്നുണ്ടെങ്കിൽ പോലും അത് പോട്ടെ. അത് മുമ്പെന്തോ പഴയ രീതിയിൽ ഷൂട്ട് ചെയ്ത് പിന്നെ ഇറക്കിയ പടമൊക്കെ ആണ് അത് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. പക്ഷെ അതല്ലാതെ ഗിരീഷ് ഷെഡി പടങ്ങളൊക്കെ നോക്കി നോക്കൂ, എന്ത് രസമാണ് പടം. ഭൂരിഭാഗവും പോസിറ്റീവ് അഭിപ്രായങ്ങൾ വന്ന പടം, അല്ലെങ്കിൽ പ്രേക്ഷകന്റെ പൾസ് മനസ്സിലാക്കി പ്രേക്ഷകനെ ഇൻവോൾവ് ആയിട്ട് ഇരുത്തിയ പടങ്ങളാണ് മൂപ്പര് ചെയ്തു വെച്ചിരിക്കുന്നത്. ഹി നോസ് ദ വർക്ക്, ഹി നോസ് വാട്ട് ഹി ഈസ് ഡൂയിങ്. എവിടെ ആൾക്കാർ കൈയടിക്കും, എവിടെ ആൾക്കാർ ശരിക്കും കൃത്യമായിട്ട് ചങ്ങാതിക്ക് അറിയാം. ഈ പറഞ്ഞു മതിയാവില്ല ഗിരീഷയുടെ കേസിൽ. കാരണം അയാൾ നമുക്ക് സദ്യയാണ് വിളമ്പി തരുന്നത്. നമ്മളത് ഉണ്ടെന്ന സമയത്ത് നമുക്കത് സുഖം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അയാളെ കുറിച്ച് പറയണ്ടേ, വിളമ്പിയാളെ കുറിച്ച് പറയണ്ടേ. ഈ സിനിമയിലുള്ള എല്ലാവരും കേട്ടോ, നിവിൻ പോളി മാത്രമല്ല, അല്ലെങ്കിൽ റൈറ്റർ ഡയറക്ടർ ഗിരീഷ് ഷെഡിയെ കുറിച്ച് മാത്രമല്ല പറയണ്ടേ. മമിത ആയിക്കോട്ടെ, മമിത ബൈജു, ഷീസ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. എന്ത് രസമായിട്ടാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. സീൻ ബൈ സീനൊന്നും ഞാൻ പറയാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ. അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഇനിയും കയറി വരും. അവരിപ്പോ എവിടെയൊക്കെ എത്തി. തമിഴില് സിനിമ ചെയ്യുന്നു, വിജയോടൊപ്പം ചെയ്തു, സൂര്യയോടൊപ്പം ചെയ്തു. അപ്പൊ ആള് സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അവര് ക്രിഞ്ച് എന്നുള്ള രീതിയിൽ പലരും പറയാറുണ്ട്. എനിക്ക് പേഴ്സണലി ക്രിഞ്ചായിട്ടൊന്നും തോന്നാറില്ല. അവര് ആ ക്യാരക്ടറിനനുസരിച്ച് നന്നായിട്ട് ചെയ്യുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. അതായത് ഈ തമിഴ് സിനിമകളിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് പേഴ്സണലി എനിക്ക് വർക്കാവാറുണ്ട്. അവരുടെ ക്യാരക്ടർ അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പരിപാടികൾ അവർ ചെയ്യുന്നുണ്ട്. ഇവിടെ ബത്തലേമിലേക്ക് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവര് എന്ത് രസമുള്ളൂ അവരുടെ പെർഫോമൻസ് കാണാൻ. എന്ത് നാച്ചുറൽ ആയിട്ടാണ് അവര് ചെയ്യുന്നത്. ഈ സംഗീത് പ്രതാപ് ആയിക്കോട്ടെ, റോഷൻ ഷാനവാസൊക്കെ എന്റെ പൊന്നോ, ആ ചങ്ങാതിയൊക്കെ വരണ സീനിലൊക്കെ ചിരിച്ച് അയാളുടെ ഓരോ നോട്ടവും ഓരോ സാഹചര്യം, ആ കോളേജിലൊക്കെ പോയിട്ടുള്ള സീനൊക്കെ ഇല്ലേ, എന്താ പറയാ, മൂപ്പര് സംഗീത് ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് റോഷൻ ഷാനവാസ് അതുപോലെ ചെയ്യാൻ വേണ്ടിട്ട് പോകും. അവിടെ നിന്ന് എന്തോ മൂപ്പര് ഡയലോഗ് അടിച്ചിട്ട് മൂപ്പര് അവിടെ നിന്ന് ഓടിയിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ തട്ടിമറിച്ചിട്ട് ഇടുന്ന സീനൊക്കെ ചിരിച്ചു കൊണ്ടാണ് ഇപ്പോൾ. അതാ പറയുന്നത്, എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതേപോലെ സുരേഷ് കൃഷ്ണ ആയിക്കോട്ടെ, അയാളൊക്കെ എന്ത് വൈബടവും എന്ത് നൈസായിട്ടാണ് ആ ക്യാരക്ടറിനൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. എല്ലാ ക്യാരക്ടേഴ്സിനും സ്പേസ് കൊടുക്കുക എന്ന് പറഞ്ഞ പരിപാടി ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ആരും ഇതിൻ്റെ അകത്ത് വെറുതെ പോകുന്നില്ല വന്നിട്ട്. അതേപോലെ ഷ്യാമോഹൻ എന്താ, അയ്യോ അയാള് ഗംഭീര ആക്ടറാ. അയാൾ ഇതിന്റെ അകത്ത് മറ്റേ കാന്താര റെഫറൻസ് ഒക്കെ വെച്ചിട്ട് ഒരു കളി കളിച്ചിട്ടുണ്ട്. അതെന്ത് ഗംഭീരമായിട്ടാ മൂപ്പര് ചെയ്തിരിക്കുന്നത്. മൂപ്പരും അതാ പറഞ്ഞ എല്ലാവർക്കും സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വിനയ് ഫോർട്ട് ആയിക്കോട്ടെ, ഒരു നാറിയ ക്യാരക്ടർ അവർക്ക് ഇങ്ങനെ വരയ്ക്കാൻ തോന്നുന്നത് അല്ല നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്, വിനയ് ഫോർട്ട് നന്നായി ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആൾ ഗംഭീരം ചെയ്തിട്ടുണ്ട്. ഒരുമാതിരി തൊലിഞ്ഞൊരു ക്യാരക്ടർ, ഒരു ക്യാരക്ടർ ആ ക്യാരക്ടർ നമുക്ക് തോന്നും, ഒരു ഇറിറ്റേഷൻ തോന്നും ആ ക്യാരക്ടറിന്റെ അടുത്ത്. അത് അയാള് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതിന്റെ നമുക്ക് ഇൻവോൾവ്മെന്റ് തന്നിട്ടുണ്ടെന്നേ. ഇപ്പൊ എടുത്തെടുത്ത് എല്ലാവരും പറഞ്ഞു. പിന്നെ സംഗീത പ്രതാപിന്റെ ലവ് ഇൻട്രസ്റ്റ് ആയിട്ട് അഭിനയിച്ച പുള്ളിക്കാരിയും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും എനിക്ക് മൊത്തത്തിൽ ഇതിന്റെ അത് ക്യാരക്ടേഴ്സിനെ ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഇവരുടെ ആ ഒരു എന്താ പറയാ കൂട്ടായ്മയൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ മമിത ഭയങ്കര ദുഃഖിതയായിട്ട് വീടൊക്കെ മാറി വരുന്നു, ഇവിടെ വന്നിട്ടും ദുഃഖം, കരച്ചില്, കാര്യങ്ങള്. പക്ഷെ ആ പുതിയ വന്ന ലൊക്കേഷനിൽ ഉള്ള ആളുകളുടെ വൈബും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ആദ്യം മമിതയുടെ ഒരു ഇത് കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഓഫായിരിക്കും. പക്ഷെ മമിത വീട് മാറിപ്പോകുമ്പോൾ എന്താണ് അവിടെ നല്ല വൈബും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് മമിതയും ഓണാവുന്നു, നമ്മളും ഓണാവുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പൊ മൊത്തത്തില് അത് ഞാൻ പറഞ്ഞത്, ആ ക്യാരക്ടറിന്റെ കൂടെ നമുക്ക് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ സിനിമയുടെ ആ ഒരു ചുറ്റുപാടിന്റെ കൂടെ പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. മൊത്തത്തിലൊരു വൈബുള്ള ഒരു പടമാണ്. സോ ഇത് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷം. ബിക്കോസ് നമുക്ക് അത്രയും തൃപ്തി കിട്ടിയ ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ഒരു ഇത്. പിന്നെ ഇവിടെ ഖലീഫ ആയിക്കോട്ടെ, ദുൽഖറിന്റെ പടം മാറ്റി ഖലീഫ ഒരു ആവറേജ് റിപ്പോർട്ട് വന്നതുകൊണ്ട് അതൊരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ വേറെ കാര്യം. നമുക്ക് ഓൾറെഡി നിവിനാണ് ഈ ഇത്തവണ തൂക്കാൻ വേണ്ടി പോകണമെന്നുള്ള കാര്യം ഓൾറെഡി അറിയാമായിരുന്നു. അതിപ്പോ ഈ ഫാൻസ്, ഈ തൊലിഞ്ഞ ഫാൻസും വെച്ച് പറയുന്നതല്ല കേട്ടോ. നമുക്കൊരു ദീർഘവീക്ഷണം ഉണ്ടാവുമല്ലോ. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ വ്യാഴവും വെള്ളിയും സിനിമാ തിയേറ്ററിൽ പോയി കുത്തിരിക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു പിടുത്തം കിട്ടും ഏതാ തൂക്കാൻ വേണ്ടി പോകണമെന്നുള്ളത്. അത് ജോണർ ഡിഫറൻസ് ഉണ്ട്. ഖലീഫ എന്ന് പറയുന്നത് മാസ് ആക്ഷൻ, മറ്റേതെന്ന് പറയുന്നത് ഒരു ഇറങ്ങിയിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വേറൊരു എക്സ്പെരിമെന്റൽ പരിപാടിയാണ്. അപ്പൊ ഓണം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫാമിലി ടൈം, ആ ഒരു ഫൺ വൈബ് സംഭവമൊക്കെയാണ്. അപ്പം ഡിവിൻ പടം, ഗിരീഷ് ഷെഡി പടം, അപ്പോ ഒരു സോൺ സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒബ്വിയസ്ലി ഇത് കത്തും എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ഓണം തൂക്കാൻ വേണ്ടി പോകുന്നത് ഇതാണെന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാം. അത് നമുക്ക് സാമാന്യ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. അതിലുള്ളത് വേറെ ഫാനിസോ തേങ്ങയൊന്നുമല്ല. അപ്പൊ ഖലീഫ എനിക്ക് ആവറേജ് ആയിട്ടാണ് തോന്നിയത്. വെറുതെ ജസ്റ്റ് ബോറടിച്ചൊന്നുമില്ല, കണ്ടിരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പരിപാടി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇമോഷണലി നമുക്കൊരു കണക്ഷൻ കിട്ടുന്നില്ല. അത് അതിൻ്റെ അകത്ത് എനിക്ക് പേഴ്സണലി ഇമോഷണൽ കണക്ഷൻ കിട്ടിയില്ല. അല്ലാതെ ഓക്കെ, ഇപ്പൊ ഒരു മാസ് മസാല പടം എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ കണ്ടിരുന്നു. ആ പൃഥ്വിരാജിന്റെ സ്റ്റൈല് അല്ലെങ്കിൽ ആക്ഷനും പരിപാടിയൊക്കെ കണ്ടു. അതൊക്കെ നല്ല രീതിയിൽ ആക്ച്വലി വന്നിട്ടുണ്ട്. ഇല്ല എന്നല്ല, എല്ലാം നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡയറക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ സ്ക്രിപ്റ്റിംഗിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രഡിക്റ്റബിൾ ആവുന്ന വിഷയമല്ല. ഞാൻ പറയുന്നു, പ്രഡിക്റ്റബിൾ ആവുന്ന വിഷയമേ അല്ല, ആയിക്കോട്ടെ. പക്ഷെ അവിടെ പ്രഡിക്റ്റബിലിറ്റി ഉണ്ടാവുന്ന സമയത്തും അവിടെ കുറച്ചും കൂടി ഒരു ഹൈ മൊമെന്റ്സ് കൊണ്ടുവരും. മാസ് ആക്ഷൻ പടലിൽ ഒരു ഹൈ മൊമെന്റ് കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ കുറേ കൂടി നന്നായിരുന്നു എന്നുള്ളത് ആ സിനിമ എനിക്ക് കണ്ടപ്പോൾ തോന്നി. അത് ഞാൻ പറഞ്ഞത്, ഇമോഷണൽ കണക്ഷൻ കുറച്ച് ലൈക്ക് എനിക്ക് ഇമോഷണൽ കണക്ട് അത്ര കിട്ടിയില്ല. ഒരു സിനിമ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഓക്കെ നല്ല മൊമെന്റ്സ്, ഓക്കെ അടി ഫൈറ്റ് പരിപാടികൾ ബോറടിക്കാതെ കണ്ടു എന്നുള്ളൊരു സാധനത്തിലേക്ക് അത് ഒതുങ്ങിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഇതിന്റെ അകത്തേക്ക് വരുന്ന സമയത്താണെങ്കിൽ ഒട്ടുക്കത്തെ ഇമോഷണൽ കണക്ഷനും, അതായത് നിവിന്റെ പടത്തിലേക്ക് വരുമ്പോൾ ഭീകര ഇമോഷണൽ കണക്ഷൻ, അത് തിയേറ്ററിൽ ഇരിക്കുന്ന ഒരു ഫീൽ പോലും ആക്ച്വലി കിട്ടില്ല. അതുകൊണ്ടാണ് ഈ പടം അത്രയും സക്സസ് ആയി പോയിക്കൊണ്ടിരിക്കണേ. അത് ഇവിടെ ബുക്ക് മൈ ഷോയിൽ നോക്കിയാൽ തന്നെ അറിയാൻ വേണ്ടി പറ്റും ടിക്കറ്റ് എങ്ങനെ വിറ്റ് പോകണമെന്നുള്ളത്. ടിക്കറ്റ് കിട്ടാൻ പാടുണ്ടെന്നേ. അവിടെ ഇവിടെ ഇപ്പൊ നമ്മൾ ഈ കൂട്ടുകാരായിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ ഒക്കെ പോകാനാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി പറ്റണം. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഏറ്റവും ഫ്രണ്ടിലോ അല്ലെങ്കിൽ മൂലയ്ക്ക് ഒന്നോ അല്ലെങ്കിൽ മൂലയ്ക്ക് രണ്ടോ ഒക്കെയാണ് കാണുന്നത്.
അപ്പൊ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്നില്ല. ഇപ്പൊ ഒരുമിച്ച് ഇവരെയൊക്കെ കൂട്ടി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് അങ്ങനെ കിട്ടാൻ പ്രയാസമായി തുടങ്ങി. അത് ആ പടത്തിന്റെ ഒരു 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 റേഞ്ചാണത്, മനസ്സിലായ? അതായത് ശരി, ഞാൻ രണ്ടാം തവണ അന്നൊരു ദിവസം കാണാൻ പോകണമെന്ന് പറഞ്ഞില്ലേ, അതേ ദിവസം തന്നെ ആക്ച്വലി ഇടോ ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ദിവസം തന്നെ നൈറ്റിന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോ ടിക്കറ്റ് ഹൗസ്ഫുൾ ആയിരുന്നു, എനിക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞ് എനിക്ക് പിടിച്ചാൽ കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഫാമിലി ആയിട്ട് പോകാനുള്ള ഉദ്ദേശമുണ്ട്. ഇത് അവിടെ ഇവിടെ മാറി 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 ഇരിക്കാൻ വേണ്ടി പറ്റില്ല, ഒരുമിച്ച് പോയി ഇരിക്കണ്ടേ. അങ്ങനെയുള്ള രീതിയിൽ ടിക്കറ്റ് കിട്ടുന്നില്ല, മനസ്സിലായ? അപ്പൊ അമ്മാതിരി ബുക്കിംഗ് ആണ് നടക്കുന്നത്. അപ്പോ ശരി.